ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കരിമ്പുണ്ട്. ഈ കരിമ്പ് നമ്മളിവിടെ ക്രഷ് ചെയ്യുവാണ്. അപ്പോൾ കരിമ്പ് ക്രഷ് ചെയ്തിട്ട് നമ്മളിവിടെ ജ്യൂസ് ആക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ ജ്യൂസ് ആക്കി കഴിയുമ്പോൾ ആ കളക്ട് ചെയ്ത ജ്യൂസ് എല്ലാം കൂടി 2 ചെമ്പായിട്ട് വരും. പ്രൈമറി ചെമ്പ്, സെക്കൻഡറി ചെമ്പ്, 2 ചെമ്പുണ്ട്. ആദ്യത്തെ ചെമ്പിൽ ഒഴിക്കും. ആ ചെമ്പിലേക്ക് ഒഴിച്ച് നമ്മളൊരു ചൂടാക്കി കഴിയുമ്പോൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെളിയെല്ലാം വരും. ആ ചെളിയെല്ലാം വെട്ടി കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചെമ്പിലേക്ക് ഒഴിക്കും. ആ ചെമ്പിലാണ് മെയിൻ പ്രോസസ്സ് നടക്കുന്നത്. അവിടെ നമ്മൾ ചൂടാക്കി ഒരു 3 മണിക്കൂറോളം ചൂടാക്കി വരുമ്പോഴത്തേനും ഒരു 250 ഡിഗ്രിയോളം ആകുമ്പോഴത്തേന് ആ സാധനം നമ്മൾ തിളച്ച് വെള്ളമെല്ലാം പറ്റിക്കഴിയും. ആ വെള്ളമെല്ലാം പറ്റി പൊരിക്കുമ്പോൾ ഇതിൻ്റെ സത്തെല്ലാം കൊണ്ട് നമ്മൾ ഈ തോണിയിലേക്ക് ഒഴിക്കും. ഈ തോണിയിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് കുറയുന്നതോറും ഇത് കട്ടി ആവുന്നുണ്ടിരിക്കും. സിമെൻറ്റ് ഉറക്കുന്ന പോലെ തന്നെ സ്റ്റേജ് കഴിയുന്നതോറും കട്ടി ആവുന്നുണ്ട്. കട്ടിയ സാധനം പിന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമ്മൾ ഉരുട്ടി നമ്മൾ ഇതേപോലെ ഉണ്ടയാക്കി മാറ്റും. ആ ഉണ്ടയാണ് പിന്നെ നമ്മൾ തകിടിലേക്ക് പിടിച്ച് വെക്കും. 7 ടൈപ്പ് വെറൈറ്റി സാധനങ്ങളുണ്ട്. നോർമൽ ശർക്കരയുണ്ട്, അതേപോലെ തന്നെ ജീരകം, ചുക്ക്, ഏലക്ക, എല്ലാ ടൈപ്പ് ശർക്കരയുണ്ട്. പിന്നെ ശർക്കരയുടെ തന്നെ പൗഡറായിട്ടുള്ള, പൊടിയായിട്ടുള്ള, പഞ്ചസാരയ്ക്ക് വരുന്നില്ല, പൊടിയായിട്ടുള്ളതുണ്ട്. ശർക്കര തന്നെ ജാം പോലത്തെ ടൈപ്പുണ്ട്. സ്പ്രെഡൊക്കെ ചെയ്യാൻ ചെറിയ പിള്ളേർക്ക് ബ്രെഡിൻ്റെ ഒപ്പം കൊടുക്കാനൊക്കെ പറ്റുന്ന പതിയൻ ശർക്കര എന്ന് പറയും. ജാം പോലത്തെ ടൈപ്പുണ്ട്. പിന്നെ ശർക്കര പാനിയുണ്ട്. പാനി എന്ന് പറയുമ്പോൾ തേൻ പോലെ വരും. നമ്മൾ ഈ കടുങ്കാപ്പിക്കത്തൊക്കെ ഉപയോഗിക്കുന്ന പഴം കൂട്ടി കഴിക്കാനൊക്കെ പറ്റുന്നു. പിന്നെ നമുക്കിപ്പോൾ തന്നെ ഇതിന് തന്നെ പായസ മിക്സുകളുണ്ട്. നമുക്ക് നോർമൽ പായസമുണ്ട്, ഇതേപോലെ തന്നെ സൂചി ഗോതമ്പിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെ പായസ മിക്സുകൾ നമുക്ക് പലതരത്തിലുള്ളതുണ്ട്. ഈ ടൈപ്പ് നമുക്ക് വരുന്ന ലൊക്കേഷൻ വരുന്നത് ഇത് പാലായ്ക്കും തൊടുപുഴയ്ക്ക് ഇടയ്ക്കായിട്ട് വരും. കോട്ടയം ജില്ലയിൽ പാലായ്ക്കും തൊടുപുഴയ്ക്ക് ഇടയ്ക്ക് നെല്ലാപ്പാറയിലാണ്